ഇമ്പോർട്ടഡ് ഐറ്റംസ് ആയിട്ട് തോന്നുന്നുണ്ടോ? എന്നാലല്ല, നമ്മുടെ കൊച്ചിയിൽ ഒരു 73 വയസ്സുള്ള ലീൻ ആൻറ്റി ഉണ്ടാക്കിയതാണ് ഇതെല്ലാം. ബേസിക്കലി ഒരു ഇൻറ്റീരിയർ ഡിസൈനറാണ്, അപ്പം അത് ഞാൻ പഠിച്ചിട്ടുള്ളതാണ്. സോ അതുകൊണ്ട് എനിക്ക് ഈ ക്രാഫ്റ്റും അതേപോലുള്ള സംഗതികളൊക്കെ ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. ഇപ്പം ഞാൻ റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഐ ഗോട്ട് ഇൻ ടു ക്രാഫ്റ്റിംഗ്. അതുകൊണ്ട് ഞാൻ ഈ ക്രാഫ്റ്റുകളെല്ലാം ചെയ്ത് ഇത്രയും നാൾ ഞാൻ ഓൺലൈനിലായിരുന്നു സാധനം വിറ്റുകൊണ്ടിരുന്നത്. ഒരു മാസത്തിന് മുമ്പ് ഞങ്ങൾ ഈ കട തുടങ്ങി. I had a nervous breakdown. Nervous breakdown in the sense that my whole body, I could not get up even. My children had to pick me up and put me on a chair or make me sit. Adepole, I was bedridden for 6 months and extreme pain. Later on, they found it was fibromyalgia. I have fibromyalgia. Then later, I have Parkinson's also now. So, ഈ 2 അസുഖങ്ങൾ എനിക്കുണ്ട്. അപ്പം ഈ അസുഖം തുടങ്ങിയിട്ട് ഞാൻ ബെഡ്രിഡൻ ആയിട്ട് ആസ് ഐ വാസ് റിക്കവറിങ്, മൈ ഡോക്ടേഴ്സ് ടോൾഡ് മീ യു സ്റ്റാർട്ട് ഡൂയിങ് തിങ്സ് ദാറ്റ് യു എൻജോയ്. അപ്പം ഞാൻ പതിയെ കട്ടിലെന്ന് വലിഞ്ഞ് എഴുന്നേറ്റ് ഈ പിൻട്രസ്റ്റ് നോക്കി അതിനകത്ത് ചെയ്യാവുന്ന സംഗതികൾ ഞാൻ ചെയ്യാൻ തുടങ്ങി നോക്കി. നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഓൺ വിൽ പവറാണ്. നമുക്ക് വേണമെങ്കിൽ പറയാം, അയ്യോ എനിക്ക് ഇത്രയും അസുഖമുണ്ട്. ഐ ക്യാൻ സേ എനിക്ക് പലയിടത്തും വേദനയുണ്ട്. ബാക്ക് പെയിൻ ഈസ് ദ, ഷോൾഡർ പെയിൻ ഈസ് ദ, പാർക്കിൻസൺസിൻ്റെ വിരയിലുണ്ട്. സോ ഓൾ ദീസ് തിങ്സ് ഐ ക്യാൻ സേ എനിക്ക് വയ്യ, എന്നെ കൊണ്ട് ഒക്കത്തില്ല, ഇത് ഗ്ലൂ ഗണ്ണൊക്കെ യൂസ് ചെയ്യണം, അത് പൊള്ളും. സോ ഐ ക്യാൻ സേ ഐ കൻ നോട്ട്. ആൻഡ് ഈവൻ അതർവൈസ് ഓൾസോ ഐ എം വെരി ബാഡ് വിത്ത് ടെക്നോളജി. ഈ ഫോണിൻ്റെ ഇൻസ്റ്റയും അതുമൊക്കെ അത് എൻ്റെ തലയിൽ കയറത്തില്ല. സോ ഓൺലൈനിൽ വിൽക്കാനാണെങ്കിൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ഫോർ മീ. സോ അങ്ങനെയൊക്കെ പ്രോബ്ലംസ് പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ മാറിയിരിക്കാം. ബട്ട് നോ, എവ്രിബഡി ഈസ് ഗോട്ട് സം എബിലിറ്റി ആൻഡ് ദേ ഷുഡ് യൂസ് ഇറ്റ് ടു ദ ബെസ്റ്റ്. നമുക്ക് കിട്ടുന്ന ടാലൻറ്റ് ഡബിളാക്കുന്നതാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി. അതുകൊണ്ട് കുഴിച്ചിടുന്നതല്ല. അപ്പോൾ ഇവിടെ ഈ ഒരു സൈഡിലിരിക്കുന്നതിൽ എന്തൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്? കുറേ പീസസ് പോയി എൻ്റെ ഇരുന്നത്. ഇത് ചുമ്മാ ഞാൻ പുറത്തുനിന്ന് എടുത്തൊരു തടി കഷ്ണമാണ്. അതിൽ ഐ ഓൾസോ ലൈക്ക് ഇക്ബാന പോലുള്ള വെരി സിമ്പിൾ അറേഞ്ച്മെൻറ്റ്സ്. ഇറ്റ് ഹാസ് ഓൺലി 3 flowers ഓൺ എ വെരി സിമ്പിൾ ആൻഡ് ഓൺ എ ഡ്രിഫ്റ്റ് വുഡ്. നമ്മളൊരു പാഴ്വസ്തുവായിട്ട് വലിച്ചെറിഞ്ഞൊരു ഇതിനെയാണ് ആൻറ്റി ഇപ്പോൾ ഒരു ഡെക്കോർ ഐറ്റമായിട്ട് മാറ്റിയെടുത്തിട്ടുള്ളത്. എന്ത് രസമല്ലേ ഇതൊക്കെ കാണാൻ. അപ്പോൾ സോൾമേറ്റിൻ്റെ ലൊക്കേഷൻ വന്നിട്ട് കടവന്ത്രയിലുള്ള കേന്ദ്രീയ വിദ്യാലയത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. ഹൗ ഓൾഡ് ആർ യു എന്ന് പറയുന്ന മഞ്ജു വാര്യരുടെ ഒരു സിനിമയിൽ, ആ സിനിമയ്ക്കകത്ത് മഞ്ജു വാര്യനോട് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ഹൗ ഓൾഡ് ആർ യു? അതിനൊരു ആൻസറും കൊടുക്കാറുണ്ട്, ഏജ് ഡസൻറ്റ് മാറ്റർ. അത് റിയാലിറ്റിയിൽ സത്യമാണെന്ന് പ്രൂവ് ചെയ്ത ഒരാളാണ് ലീൻ ആൻറ്റി. അപ്പോൾ ലീൻ ആൻറ്റി പലർക്കും ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കമില്ല.